ഫീൽഡിലേക്ക് കൊണ്ടുപോകാനുള്ള സാധനങ്ങൾ ബാഗിലെപ്പോഴും സ്റ്റോക്കായിരിക്കും. ഒരു ഗർഭിണി ഉണ്ടെങ്കിൽ ആ വീട്ടിൽ പോയിട്ട് അവർക്ക് കൊടുക്കേണ്ട ഗുളികകളാണ്. 3 മാസത്തിൽ ഓരോ മാസം അവർക്ക് കൊടുക്കണം. പിന്നെ എന്തെങ്കിലും വയറ്റുന്നൊക്കെ ഛർദിയുള്ള കുട്ടികളോ ഏതെങ്കിലും വീട്ടിലുണ്ടെന്ന് പറയുമ്പോൾ അപ്പോൾ അവിടെ ORS കൊടുക്കും. പിന്നെ ഇത് ചെറിയ 5 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് IFA സിറപ്പ്. ഇതൊരു കുട്ടിക്ക് ഒന്ന് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ 6 മാസത്തിന് ശേഷം ഒന്ന് കൊടുത്താൽ മതി. അങ്ങനെ കൊടുക്കും. ഇത് പ്രഗ്നൻ്റ് ലേഡീസിന് കൊടുക്കേണ്ട ഒരു ക്യാപ്സുളാണ്. പിന്നെ അതിന് പുറമെ നമ്മൾ ഏതെങ്കിലും വീടുകളിൽ കല്യാണമുണ്ട്, ആഘോഷമുണ്ട്, ഉത്സവമുണ്ട് എന്നൊക്കെ പറയുമ്പോൾ അവർക്ക് ഈ ഫോം അവർ വീട്ടിലെത്തിച്ച് കൊടുത്തിട്ട് അവർ പാലിക്കേണ്ട നിർദ്ദേശങ്ങളുള്ള ഫോമാണ്. എനിക്കൊരു 150 വീട് ഒരു മാസം കയറിയാലേ കവർ ചെയ്താലേ ഉള്ളൂ. 3-ാമത്തെ മാസം വീണ്ടും ആ വീട്ടിലേക്ക് ഞാൻ എത്തുള്ളൂ. ഈ മാസം ഒരു 150 വീട് ഈ ഏരിയയിൽ ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത മാസത്തിൻ്റെ തൊട്ടങ്ങോട്ട് നീങ്ങിക്കഴിഞ്ഞാൽ പിറ്റത്തെ മാസം ബാക്കി കവർ ചെയ്ത് 3 മാസം കഴിയുമ്പോൾ വീണ്ടും ഇവിടെ തന്നെ എത്തണം. എങ്കിലേ ഉള്ള അവിടുത്തെ വിവരങ്ങൾ ആ 3 മാസത്തിനുള്ളിലുള്ള വിശേഷങ്ങളൊക്കെ വീണ്ടും ഞങ്ങൾ അറിയണമല്ലോ. അറിയാതെ പോകരുത്. കുറച്ച് ക്രൈറ്റീരിയ വേറെ ഉണ്ട്. കിടപ്പ് രോഗികളെ തന്നെ നമ്മൾ കാണേണ്ടതുണ്ട്. അപ്പോൾ അവർ ഇവിടെ ആണെങ്കിലും ഒന്ന് അപ്പുറത്തായിരിക്കും. അവരൊക്കെ സെപ്പറേറ്റ് ആയിട്ട് കാണും. പുറമെ കാണേണ്ടത് സെപ്പറേറ്റ് കാണേണ്ടത്. അതേപോലെ ഗർഭിണികൾ എത്ര പേരുണ്ട് അവരൊക്കെ കാണുന്നവർ ഏതെങ്കിലുമൊക്കെ മൂലയിലായിരിക്കുമല്ലോ. അപ്പോൾ എല്ലാ മൂലയിലും പോയിട്ട് അത് വേറെ കാണും. ഇത് കൃത്യമായിട്ട് 100 വീട് കവർ ചെയ്തുകൊണ്ട് നിൽക്കേണ്ടത് അങ്ങനെ ഏരിയ കവർ ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് ബാക്കി നമ്മൾ അന്നത്തെ കാര്യങ്ങളൊക്കെ പോയ കാര്യങ്ങൾ റിപ്പോർട്ടാക്കിയിട്ട് എന്തെങ്കിലും രോഗീനെ കിട്ടിയോ, ഗർഭിണീനെ കിട്ടിയോ, പിന്നെ വേറെ എന്തെങ്കിലും കുട്ടിക്ക് എന്തെങ്കിലും അസുഖങ്ങൾ വന്നതുണ്ടോ, ആ കാര്യങ്ങളൊക്കെ അങ്ങനെ ടൈപ്പ് ചെയ്ത് ചേച്ചിമാർക്കും ചേച്ചിമാർക്കും കിട്ടുള്ളൂ. ഡെയിലി കിട്ടുന്നത് ഡെയിലി തന്നെ കിട്ടും. അപ്പോൾ നമ്മൾ 15 ദിവസം കൊണ്ട് തന്നെ ഓരോ രോഗിനെയും വീണ്ടും വീണ്ടും കണ്ടുകൊണ്ടിരിക്കുക. അപ്പോൾ അവരുമായിട്ട് അത്രയും ഒരു അതാ ആത്മബന്ധം ഓരോമായിട്ട് അങ്ങനെയാണ് വരുന്നത്. അതാ രോഗിയുടെ വീട്ടുകാരുമായിട്ട് നമ്മൾ ആ വീട്ടിലൊരു അങ്ങനത്തെ പോലെ ആയിട്ടുണ്ട്.